കേരളത്തിൽ കാലവർഷം എത്താൻ വൈകും. ഇന്ന് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ എത്തുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നേരത്തെയുള്ള പ്രവചനം. 4 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ഒഴികെയുള്ള ജില്ലകളിലെ മുന്നറിയിപ്പ് പിൻവലിച്ചിട്ടുണ്ട്. മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നത്. മേഘന, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഇത്തവണ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മഴയുടെ വരവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രവചനങ്ങളാണുള്ളത്? ഒപ്പം തന്നെ ഈ എൽ നിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി മഴ കുറയാനൊരു സാധ്യത കൂടെ പ്രവചിക്കപ്പെടുന്നുണ്ടല്ലോ. ഗോകുൽ, കഴിഞ്ഞ വർഷം ഈ ദിവസമാവുമ്പോഴേക്കും നമുക്ക് കാലവർഷ മഴ ലഭിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ ഇത്തവണ കാലവർഷം എത്താൻ വൈകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുന്നത്. അതിൽ ഈ ദിവസം എത്തുമെന്നുള്ളതായിരുന്നു മുന്നേയുള്ള പ്രവചനം. പക്ഷേ അത് മഴ എത്താൻ വൈകുമെന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. എൽ നിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി അടക്കം മഴയുടെ അളവ് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാലവർഷം എത്താൻ വൈകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് വരെയാണ് കാലവർഷ മഴ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പെയ്യുന്ന വേനൽ മഴ അതും ദുർബലമാകാൻ സാധ്യതയുണ്ടെന്നും കേരള കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ 9 ജില്ലകളിലധികം യെല്ലോ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഇന്ന് പിൻവലിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലയിലാണ് ഇന്ന് യെല്ലോ മുന്നറിയിപ്പുള്ളത്. ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കാറ്റിനും സാധ്യതയുണ്ട് ഈ ജില്ലകളിൽ നിന്നും പറയുന്നു. അതുപോലെ തന്നെ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കില്ല. കൂടാതെ കള്ളക്കടൽ പ്രതിഭാസം അടക്കം ഉണ്ടാകും. ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരപ്രദേശത്തുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. നാളെ വരെയാണ് ഈ ഒറ്റപ്പെട്ട ശക്തമായ മഴയും പ്രവചിച്ചിരിക്കുന്നത്. പിന്നീട് മഴ കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിലെ അലർട്ട് പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. ജൂൺ 1 മുമ്പായി തന്നെ കാലവർഷം എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. പക്ഷേ അത് എത്താൻ വൈകുമെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ വർഷം കാലവർഷം ദുർബലമാകുമെന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ജൂണിലും ജൂലൈയിലും മഴയുടെ അളവ് കുറയാനാണ് സാധ്യത എന്നുള്ളതാണ് ഒരു പറയുന്നത്. എങ്ങനെയായാലും ജാഗ്രതാ നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ശരി, എന്തായാലും ഇത്തവണയും എൽ നിനോ പ്രതിഭാസത്തിന്റെ ഒരു പ്രഭാവം ഉണ്ടാകുമെന്നാണ്. എൽ നിനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയേശു, കുഞ്ഞേശു എന്നാണ്. കാരണം ക്രിസ്മസിന്റെ സമയത്താണ് ഈ പെറുവിയൻ കോസ്റ്റിൽ ഈ മർദ്ദത്തിന്റെ വ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പോൾ കാറ്റ് വീശേണ്ടത് ആ ദിശ മാറുന്നു. ആ ദിശ മാറുന്നതിന്റെ ഭാഗമായിട്ട് മഴ പെയ്യുന്നത് നമുക്കിവിടെ കുറയുന്നു എന്നതാണ് ആ ഒരു പ്രതിഭാസത്തിന്റെ ഒരു എല്ലിനോയുടെ പേരിലാണ് ഈ കഴിഞ്ഞ ചൂടുകാലത്ത് വലിയ പ്രചാരണങ്ങളൊക്കെ ഉണ്ടായത്. തെറ്റായ കുറെ പ്രചാരണങ്ങൾ വാട്സപ്പിലൂടെ വരികയും ചെയ്തിരുന്നു. അപ്പോൾ ഏതായാലും മഴ കുറച്ചൊരു കുറേ, അതായത് വേനൽമഴയ്ക്ക് ശേഷം ഈ കാലവർഷം തുടങ്ങാൻ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. അത് നല്ലതാണ്. തുടർച്ചയായ ശക്തമായ മഴയും നമുക്ക് ചെറിയ ഭീഷണിയും പേടിയും ഉണ്ടാക്കുന്നതാണല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.